യൂനസിനെ അവിടെയുള്ള ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. പകരം ജമാഅത്തെ ഇസ്ലാമി വരും എന്നാണ് കല്ലിയുന്നത്. എന്തായിരുന്നാലും ഇതൊക്കെ കണ്ടുകൊണ്ടതാണ്ട് നല്ല സുന്ദരമായിട്ടുള്ള അപ്പൂപ്പൻ പറയുകയാണ്, അതായത് സ്ത്രീകളൊന്നും നേതൃസ്ഥാനത്തേക്ക് എത്താനായിട്ട് പാടില്ല. ഈ സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്ക് എത്താനും പാടില്ല. പോരാത്തതിന് വീട്ടിലിരിക്കാത്ത സ്ത്രീകളൊക്കെ മറ്റേ പണിക്കിറങ്ങുന്ന സ്ത്രീകളാണ് എന്നൊക്കെയാണ് അപ്പൂപ്പൻ ബംഗ്ലാദേശിക്കാരൻ ഇങ്ങനെ പറയുന്നത്. ഇതുപോലൊരു സാധനം ഞാൻ എവിടെയോ അത് പോട്ടെ. എന്തായിരുന്നാലും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി അടിച്ചൊതുക്കി മൂലക്കിരുത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശുകാരൊക്കെ. പകരം ആരാണ് ബംഗ്ലാദേശിൻ്റെ പുതിയ ഭരണാധികാരിയായിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BNP, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന BNPയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ്, 84 കേസിലെ പ്രതി, ഷെയ്ഖ് ഹസീനെ ഗ്രനേഡ് എറിഞ്ഞ് വധിക്കാനായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നിന്ന് ശ്രമിച്ച ഒരു തീവ്രവാദിയായിട്ടുള്ള താരിഖ് റഹ്മാനാണ് വരുന്നത് എന്നുള്ളതാണ്. അയ്യോ, ഞാൻ പറയുന്നല്ല, ഇത് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നതാണ്. എനിക്കിതിലൊരു പങ്കുമില്ല.